അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 5ാം ക്ലാസ് വിദ്യാർത്ഥികളെ, അറബിക് 5ാം ക്ലാസ് വാർഷിക പരീക്ഷയ്ക്കുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യത്തെ ആക്ടിവിറ്റി നഖ്റഉൽ ഖിസ്സത വനുജീബു അനിൽ അസ്ഇല. ഈ ഖിസ്സ വായിച്ച് നോക്കി താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഓപ്ഷനുകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. ആദ്യം ഖിസ്സ വായിക്കാം. ഫി സുബാഹിൽ ബാക്കിരി സ്വാഹദ്ദീഖു കൂ കൂ കൂ. ഫി സുബാഹിൽ ബാക്കിരി അതിരാവിലെ, സ്വാഹദ്ദീഖു അഥവാ കോഴി കൂവി. കോഴി കൂവുന്ന സൗണ്ടും അവിടെ നൽകിയിട്ടുണ്ട്. ഇസ്തൈഖള ജോർജ് മിനൻ നൗമി. ജോർജ് ഉറക്കിൽ നിന്ന് ഉണർന്നു. ഹുവ മുസാരിഉൻ മുജ്തഹിദുൻ. അദ്ദേഹം വളരെ പരിശ്രമിക്കുന്ന, അധ്വാനിക്കുന്ന ഒരു കൃഷിക്കാരനാണ്. തനാവലിൽ ഫത്തൂറ. പ്രഭാത ഭക്ഷണം കഴിച്ചു. വദഹബ ജോർജ് ഇല മസ്റാത്തിഹി. ജോർജ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലേക്ക് പോയി. മസ്റാത്തുഹു വാസിഅത്തുൻ. അദ്ദേഹത്തിൻ്റെ കൃഷിയിടം വാസിഅത്തുൻ വിശാലമായതാണ്. വശംസു മുർത്തഫിഅത്തുൻ. സൂര്യൻ ഉയർന്നിരിക്കുന്നു. യഅമലു ജോർജ് ഫിൽ മസ്റാത്തി ഹത്തൽ മസാ. ജോർജ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ മസാ വരെ, വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു. ഇന്ദ ഖുറൂബി ശംസി യർജിഉ ഇലാ മൻസിലിഹി. സൂര്യാസ്തമയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. വഫി യദിഹി കീസുൻ മംലൂഉൻ ബിൽ ഖദ്റവാത്തി. പച്ചക്കറികൾ കൊണ്ട് നിറക്കപ്പെട്ട ഒരു കീസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ജോർജ് മഹ്ബൂബുൻ ഫിൽ ഖറിയത്തി. ഗ്രാമത്തിൽ വളരെ പ്രിയപ്പെട്ടവനാണ് ജോർജ്. ഇതാണ് നൽകിയിട്ടുള്ള സ്റ്റോറി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മൻ ജോർജ്. ജോർജ് ആരാണ്? തൊബീബുൻ, മുഅല്ലിമുൻ, മുസാരിഉൻ മുജ്തഹിദുൻ, താജിറുൻ. കഥയുടെ രണ്ടാമത്തെ വരിയിൽ ഹുവ മുസാരിഉൻ മുജ്തഹിദുൻ എന്ന് പറയുന്നുണ്ട്. വളരെ അധ്വാനിക്കുന്ന ഒരു കർഷകനാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. തൊബീബ് ഡോക്ടറാണ്, മുഅല്ലിമു അധ്യാപകനാണ്, താജിർ കച്ചവടക്കാരനാണ്. 2, മതാ യഅമലു ജോർജ് ഫിൽ മസ്റാത്തി. എപ്പോഴാണ് ജോർജ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നത്? നമ്മൾ കഥയിൽ വായിച്ചിരുന്നു, രാവിലെ അദ്ദേഹം അവിടേക്ക് പോകുന്നു, വൈകുന്നേരത്ത് അഥവാ സൂര്യാസ്തമയ സമയത്ത് മടങ്ങി വരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു പകൽ മുഴുവൻ അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഓപ്ഷൻസ് നോക്കാം. ഫിസ് സ്വബാഹി പ്രഭാതത്തിൽ, തിവാലൽ യോമി പകൽ മുഴുവൻ അല്ലെങ്കിൽ ദിവസം മുഴുവൻ, ഫിൽ ലൈലി രാത്രിയിൽ, ഫിൽ ഒത്തുലത്തി ഒഴിവ് ദിവസത്തിൽ. അപ്പോൾ ഇവിടെ ഉത്തരം തിവാലൽ യോമി എന്നുള്ളതാണ്. ഇവിടെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഫിസ്വബാഹിന്നോ ഫില്ലൈലി എന്നൊന്നും എഴുതാൻ പാടില്ല. തിവാലൽ യോമി പകൽ മുഴുവൻ അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. 3, മാതാ യഹ്മിലു ജോർജ് ഇന്ദ ഔദത്തിഹി. അദ്ദേഹം മടങ്ങുന്ന അവസരത്തിൽ എന്താണ് കൊണ്ടുവരുന്നത്, എന്താണ് വഹിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. കഥയുടെ അവസാന വരിയിൽ വഫിയദിഹി കീസുൻ മംലൂഉൻ ബിൽ ഖദറവാത്തി, അഥവാ പച്ചക്കറികൾ നിറക്കപ്പെട്ട കീസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഓപ്ഷൻസ് നോക്കാം. സല്ലത്തൻ ഫാരിഗത്തൻ, അഥവാ ഒഴിഞ്ഞ ഒരു കൊട്ട, അതാണ് സല്ലത്തൻ ഫാരിഗത്തൻ്റെ അർത്ഥം. 2, കീസൻ മംലൂഅൻ ബിൽ ഖദറവാത്തി, പച്ചക്കറികൾ കൊണ്ട് നിറക്കപ്പെട്ട കീസ്. 3, ദഫ്തറൻ വ കലമൻ, പേനയും നോട്ട്ബുക്കും. 4, സുജാജത്ത മായിൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഉത്തരം നമ്മൾ നേരത്തെ വായിച്ചു, കീസൻ മംലൂഅൻ ബിൽ ഖദറവാത്തി. 4, ലിമാദ യുഹിബ്ബു അഹ്ലുൽ ഖറിയത്തി ജോർജ്. ജോർജിനെ ഖറിയ ഗ്രാമത്തിലുള്ളവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു കഥയുടെ അവസാന ഭാഗത്ത്. എന്തുകൊണ്ടാണ് ആ ഇഷ്ടം ഉണ്ടായത്? ഓപ്ഷൻസ് നോക്കാം. ലി അന്നഹു യംലിക്കു ദീക്കൻ, അദ്ദേഹം ഒരു ദീക്കിൻ്റെ ഉടമസ്ഥനാണ്. ദീക്ക് എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി. താഴെയുള്ള നോക്കാം. ലി അന്നഹു യുസാഇദുന്നാസ ഫിൽ മസ്റാത്തി, കൃഷിയിടത്തിൽ ജനങ്ങളെ അദ്ദേഹം സഹായിക്കുന്നു. 3, ലി അന്നഹു യബിഉൽ ഖുദറവാത്ത്, പച്ചക്കറികൾ വിൽക്കുന്നു.
4 ലി അന്നഹു മുസാരിഉൻ മുജ്തഹിദുൻ വതയ്യിബുൽ ഖൽബി, അദ്ദേഹം നല്ല ഒരു കൃഷിക്കാരനാണ്, അഥവാ അധ്വാനിക്കുന്നൊരു കൃഷിക്കാരനാണ്, നല്ല മനസ്സിനുടമയാണ്. ഇതാണ് അവസാനത്തെ ഓപ്ഷൻസ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരാളെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം നന്നായിരിക്കണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ, ഏത് ജോലിയാണെങ്കിലും ആ ജോലിയിൽ ആത്മാർത്ഥതയോടു കൂടെ നന്നായിട്ട് പരിശ്രമിച്ച് അധ്വാനിച്ച് ചെയ്യുന്നവനെ എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ 4ാമത്തെ ഓപ്ഷനാണ് ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്. ഇനി 5 മതാ യർജിഉ ജോർജ് ഇലാ മൻസിലിഹി, എപ്പോഴാണ് ജോർജ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നത്? ഫി മുൻതസഫി നഹാരി, പകലിൻ്റെ മധ്യത്തിൽ. താഴെയുള്ളത് ബഅദ തനാവുലിൽ ഗദാഇ, ഭക്ഷണം കഴിച്ച ശേഷം. ഫി സ്വബാഹി, പ്രഭാതത്തിൽ. ഫിൽ മസാഇ ഇന്ദ ഖുറൂബി ശംസി, സൂര്യാസ്തമയ സമയത്ത്, വൈകുന്നേരം. ഇങ്ങനെ 4 ഓപ്ഷനാണുള്ളത്. നമുക്കറിയാം, പാഠഭാഗത്ത് അല്ലെങ്കിൽ സ്റ്റോറിയുടെ ഭാഗത്ത് നമ്മൾ വായിച്ചിരുന്നു. ഫിൽ മസായി ഇന്ദ ഖുറൂബി ശംസി. നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന വാക്കുകൾ അറിഞ്ഞിരിക്കണം. മൻ, മത, ഐന, മാത, ലിമാത എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കൽ അത്യാവശ്യമാണ്. 2ാമത്തെ ആക്ടിവിറ്റി നോക്കാം. നുമയ്യിസുൽ ജുമലുൽ ഇസ്മിയ വൽ ഫിഅലിയ, ഫെയിലിയായ ജുംലയും ഇസ്മിയായ ജുംലയും വേർതിരിക്കാനാണ്. ഒരുപാട് ജുംലകൾ നൽകിയിട്ടുണ്ട്, സെൻറ്റൻസുകൾ നൽകിയിട്ടുണ്ട്. ആ സെൻറ്റൻസിൽ നിന്നും ഇസ്മിയ ഏത്, ഫെയിലിയ ഏത് എന്ന് വേർതിരിച്ചെഴുതണം. ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം, എന്താണ് ഇസ്മിയായ ജുംല, എന്താണ് ഫെയിലിയായ ജുംല. പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു വഴി, ആദ്യം തുടക്കത്തിൽ ഇസ്മ് വരുന്നത് ഇസ്മിയായ ജുംലയായി നമുക്ക് കണക്കാക്കാം. ആ ജുംലയുടെ ആ സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് വേർഡ് ഇസ്മാണെങ്കിൽ അത് ഇസ്മിയായ ജുംലയായിട്ടും ഫെയിലാണെങ്കിൽ ഫെയിലിയായ ജുംലയായിട്ടും നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അങ്ങനെ തുടക്കത്തിൽ വരുന്ന ഇസ്മിനക്ക് മുബ്തദ എന്ന് പറയും, അതിന് ശേഷം ഖബർ ഉണ്ടാകും. അതുപോലെ ഫെയിലാണെങ്കിൽ അതിനൊരു ഫായിലുണ്ടാകും. അത്തരം ഗ്രാമർ വിഷയങ്ങളിലേക്കൊക്കെ ഒരുപാട് പോകാനുണ്ട്. എന്തായാലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി ഇതാണ്. മറ്റൊരു എളുപ്പമാർഗം ഇസ്മിനെ കണ്ടെത്താൻ, ഇസ്മിന് അലിഫ്ലാം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അലിഫ്ലാം ഇല്ലാത്ത ഇസ്മുകൾ ഉണ്ടാവാറുണ്ട്, എങ്കിലും അലിഫ്ലാം ഉണ്ടോ അത് ഇസ്മാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അതുപോലെ എന്തിൻ്റെങ്കിലും പേരായിരിക്കും ഇസ്മ്, അപ്പോൾ അർത്ഥം അറിഞ്ഞിരിക്കണം. അതുപോലെ പ്രവൃത്തിയായിരിക്കും ഫെയില് എന്നുള്ളത് ഒക്കെ മനസ്സിലാക്കി വെക്കണം. ആദ്യത്തെ സെൻറ്റൻസ് വായിച്ചു നോക്കാം. യൽ അബുൽ അത്ഫാലു ഫിൽ ഹദീഖത്തി ബി സആദത്തിൻ, അതിലെ ആദ്യ വാചകം യൽ അബു എന്നുള്ളതാണ്, കളിക്കുന്നു. അൽ അത്ഫാലു കുട്ടികൾ. അപ്പോൾ കുട്ടികൾ കളിക്കുന്നു എന്നുള്ള ഫസ്റ്റ് വേർഡ് വെർബ് ആയതുകൊണ്ട്, ഫെയില് ആയതുകൊണ്ട്, പ്രവൃത്തിയെ അറിയിക്കുന്നത് ആയതുകൊണ്ട് നമുക്കത് ഫെയിലിയായ ജുംലയിൽ എഴുതാം. 2 അൽ ബഹ്റു ഹാദിഉൻ അൽ യൗമ, നമ്മൾ പറഞ്ഞിരുന്നു അലിഫ്ലാം വന്നാൽ അത് ഇസ്മാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അർത്ഥം അറിയില്ലെങ്കിൽ പോലും അങ്ങനെ നമുക്ക് സാധിക്കും. അർത്ഥങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. എങ്കിലും അൽ ബഹ്റു അല്ലേ, കടൽ, സമുദ്രം ശാന്തമാണ്, അല്യോം ഇന്ന്. അപ്പോൾ സമുദ്രം എന്നുള്ള ഒരു നൗണാണ്, ഇസ്മാണ് ആദ്യം വന്നത്, അതുകൊണ്ട് നമുക്ക് ഇസ്മിയായ ജുംലയിൽ ഉൾപ്പെടുത്താം. തഖ്റഉ മറിയമു കിതാബൻ മുഫീദൻ, തഖ്റഉ ഓതുന്നു അല്ലെങ്കിൽ വായിക്കുന്നു, മറിയം കിതാബൻ പുസ്തകത്തെ, മുഫീദൻ ഉപകാരമുള്ള ഒരു പുസ്തകത്തെയാണ് മറിയം വായിക്കുന്നത്. അപ്പോൾ വായിക്കുന്നു എന്നുള്ള വെർബ് ആദ്യം വന്നു, അങ്ങനെ ഫെയിൽ വന്നതുകൊണ്ട് ജുംലത്തുൽ ഫെയിലിയ. അൽ ഖിത്താറു സരിഅൻ ജിദ്ദൻ, ഖിത്താർ നമുക്കറിയാം ട്രെയിനാണ്, അതുകൊണ്ട് ജുംലത്തുൽ ഇസ്മിയ. യസ്ബഹു സമക്കു ഫിൽ മായി, യസ്ബഹു നീന്തുന്നു എന്നുള്ളത്, മത്സ്യം നീന്തുകയാണ്, അപ്പോൾ നീന്തുന്നു എന്നുള്ളത് ഫെയിലാണ്, അപ്പോൾ ഫെയിലിയ ജുംലയായിട്ട് ഉൾപ്പെടുത്താം. അടുത്ത് നോക്കാം. അശംസു സൂര്യൻ, നമുക്ക് ഒരു നൗണാണ്, ഇസ്മാണ്, അതുകൊണ്ട് ഇസ്മിയായ ജുംല. യദ്ഹബു അഹമ്മദ്, അഹമ്മദ് പോകുന്നു എന്നുള്ള ഫെയില് വന്നു. അടുത്തത് അൽ ഖമറു ജമീലുൻ, ഖമർ ചന്ദ്രൻ. തുഗരിദുൽ അസ്വാഫിർ, കുരുവികൾ പാട്ട് പാടുന്നു, പാട്ട് പാടുക എന്നുള്ളത് ഫെയിലാണ്. അസ്സുഹൂറു മുലവ്വനത്തുൻ, നിറമുള്ള പൂക്കൾ അല്ലെങ്കിൽ വർണ്ണാഭമായ പൂക്കൾ, പൂക്കൾ എന്നുള്ള സുഹൂർ അത് ഇസ്മാണ്, അതുകൊണ്ട് ഇസ്മിയായ ജുംല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ജുംലകൾ കുറച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഫെയിലിയായ ജുംലകൾ, ഇസ്മിയായ ജുംലകൾ.
അടുത്ത പ്രവർത്തനം നോക്കാം. നഖ്തറിൽ മുൽസഖാത്ത് ലിത്തൗഇയ ലിദ്ദ ഹദിരി ത്വആമി ഫഖത്ത്. ഭക്ഷണം വേസ്റ്റാക്കുക, അതിനെതിരെയുള്ള പോസ്റ്ററുകൾ മാത്രം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നതിനെതിരെയുള്ള പോസ്റ്ററുകൾ. ഹദുറുൽ അത്വഇമതി ആദത്തുൻ മദ്മൂമത്തുൻ. ഭക്ഷണം വേസ്റ്റാക്കുന്നത് ഒരു മോശമായ പതിവിൽപ്പെട്ടതാണ്, മോശമായ സ്വഭാവമാണ് എന്നുള്ളത് നമുക്കതിന് യോജിച്ച ഒരു പോസ്റ്ററായി തിരഞ്ഞെടുക്കാവുന്നതാണ്. 2 അത്വാമു നിഅമത്തുൻ ലാ തുസ്രിഫൂഹ. ഭക്ഷണം അത് അനുഗ്രഹമാണ്, അതെന്ത് ചെയ്യരുത്, പാഴാക്കി കളയരുത് എന്നുള്ളത് അതിൽപ്പെടുത്താം. 3 അൽ ഇഖ്തിസാദു ഫിൽ ഇൻഫാഖി മഹ്മൂദുൻ. അൽ ഇഖ്തിസാദു ഫിൽ ഇൻഫാഖി മഹ്മൂദുൻ. അൽ ഇഖ്തിസാദു മിതത്വം പാലിക്കുന്നത്, ഫിൽ ഇൻഫാഖി ചിലവഴിക്കുന്നതിൽ, മഹ്മൂദുൻ അത് ഹംദ് ചെയ്യപ്പെടേണ്ടതാണ്, സ്തുതിക്കപ്പെടേണ്ടതാണ്. അതും ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ആദ്യത്തെ 3 ഇതിന് യോജിച്ചതാണ്. 4 അൽ ഇസ്രാഫു സബബുൻ ലിൽ ബദാനത്തി വൽ അംറാദി. പൊണ്ണത്തടിക്കും രോഗങ്ങൾക്കും കാരണമാകും ഇസ്രാഫ് എന്നുള്ളത്. അതും ഭക്ഷണ അമിതോപയോഗം പൊണ്ണത്തടിക്കും രോഗത്തിനൊക്കെ കാരണമാകും. അതും ഇതിൽ യോജിച്ചതാണ്. അപ്പോൾ ആദ്യം 4 ഈ ഭക്ഷണ വേസ്റ്റാക്കുന്നതിനോട് യോജിച്ച അല്ലെങ്കിൽ അതിനെതിരെയുള്ള, അതിലെ മറ്റുള്ളവർക്ക് നമുക്ക് ഉപദേശങ്ങൾ നൽകാൻ കഴിയുന്ന പോസ്റ്ററുകളാണ്. 5 ഇഹ്ഫളുൽ ബിഅ. ബിയത്തിനെ സംരക്ഷിക്കൂ, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പോസ്റ്ററാണ് അടുത്ത് നൽകിയിട്ടുള്ളത്. അത് ഭക്ഷണവുമായി, ഭക്ഷണ വേസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ബന്ധപ്പെട്ടതല്ല, അപ്പോൾ അത് നമുക്ക് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. അൽ ഖിറാഅത്തു ഹിവായത്തുൻ ഹസനത്തുൻ. വായന നല്ലൊരു ഹിവായത്താണ്, വായന ഇതുമായി ബന്ധപ്പെട്ടതല്ല. അൽ ഇസ്രാഫു ഫി ത്വആമി സബബുൻ ലി അംറാദു നമത്തുൽ ഹയാത്തി. നമ്മുടെ രോഗങ്ങൾക്ക്, ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ് ഭക്ഷണത്തിൻ്റെ അമിതോപയോഗം. അത് ഇതുമായി ബന്ധപ്പെട്ടതാണ്. ലാ തുളയ്യ ത്വഅമ. ഭക്ഷണം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, അതും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു പോസ്റ്ററാണ്. അപ്പോൾ ഇതിൽ ഇഹ്ഫളുൽ ബിഅ, അൽ ഖിറാഅത്തു ഹിവായത്തുൻ ഹസന എന്നുള്ള 2 അല്ലാത്തതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോസ്റ്ററിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അതെടുത്ത് എഴുതിയാൽ അതിനുള്ള മാർക്ക് ലഭിക്കും. ഇപ്പോൾ നമ്മൾ കാര്യമായി പഠിക്കേണ്ട 2 വിഷയം ഇതിൽ പറഞ്ഞു. ഒന്ന് ജുംലത്തുൽ ഇസ്മിയ, ജുംലത്തുൽ ഫഅലിയ എന്നുള്ള വേർതിരിവുകൾ. 2 ഭക്ഷണ വേസ്റ്റ് ചെയ്യുന്നതിനെതിരെയുള്ള പോസ്റ്ററുകൾ. ഇത് 2 പഠിച്ചു വെക്കണം. ഇനി 4ാമത്തെ ആക്ടിവിറ്റി നക്തുബ് കമാ ഫിൽ മിസാൽ. നക്തുബു കമാ ഫിൽ മിസാൽ. ഉദാഹരണങ്ങളുള്ളതുപോലെ നമുക്ക് എഴുതാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന ദഹബ്തു ഇലൽ ഹദീഖത്തി. ഉദാഹരണം നൽകിയിട്ടുണ്ട്, അത് അന ദഹബ്തു ഇലൽ ഹദീഖത്തി. അപ്പോൾ ദഹബയിൽ നിന്ന് ഞാൻ എന്നുള്ള മുത്തക്കല്ലിമിൻ്റെ അർത്ഥം വരാൻ വേണ്ടി ദഹബ്തു എന്ന് ചേർത്തു. ഇത് മാലിയിലും മുദാരിയിലും വ്യത്യാസം ഉണ്ടാവും, അത് മനസ്സിലാക്കി വെക്കണം. മാലിയായ ഫെയിലാണെങ്കിൽ, അഥവാ പ്രവൃത്തി കഴിഞ്ഞു പോയ ഫെയിലാണെങ്കിൽ, കഴിഞ്ഞു പോയൊരു പ്രവൃത്തിയെ അറിയിക്കുന്ന ഫെയിലാണെങ്കിൽ അതാണ് മാലി. അപ്പോൾ അതിൽ അവസാനത്തിൽ തു എന്ന് ചേർത്താൽ, ഇപ്പോൾ ദഹബ എന്നുള്ള ഫെയിലിനോട് കൂടെ തു എന്ന് ചേർത്ത് ദഹബ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു എന്നുള്ള അർത്ഥം, ഞാൻ പോയി എന്നുള്ള അർത്ഥം കിട്ടും. അതുപോലെ ജലസ, ജലസ്തു, ഞാൻ ഇരുന്നു. അങ്ങനെ ഓരോ ഫെയിലും മാലിയായ ഫെയിലാണെങ്കിൽ അവസാനത്തിൽ തു എന്ന് ചേർക്കുന്നതോട് കൂടെ നമുക്ക് ഞാൻ എന്നുള്ള അർത്ഥം അതിൽ കിട്ടും. അതുപോലെ ഞങ്ങൾ എന്നുള്ള അർത്ഥം കിട്ടുന്നതാണ് അതിനോട് കൂടെ തൂന് പകരം ന എന്ന് ചേർക്കുക. നഹ്നു, ഞങ്ങൾ എന്നുള്ള അർത്ഥം കിട്ടും. ഉദാഹരണം ദഹബ്ന, ഞങ്ങൾ പോയി. ജലസ്ന, ഞങ്ങൾ ഇരുന്നു. ഖറഅന, ഞങ്ങൾ വായിച്ചു. അപ്പം ന എന്നുള്ളത് ചേർക്കുന്നതോട് കൂടെ ഞങ്ങൾ എന്ന് മുത്തക്കല്ലിം ജംഇൻ്റെ അർത്ഥം കിട്ടും. മറ്റേത് തു എന്ന് ചേർക്കുമ്പോൾ മുത്തക്കല്ലിം മുഫ്രദിൻ്റെ അർത്ഥം, ഒരാൾ പറയുമ്പോഴുള്ള അർത്ഥമാണ് തു എന്ന്. ഒരുപാട് പേർ നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോഴാണ് ന എന്ന് വരുന്നത്. അത് മനസ്സിലാക്കി വെക്കണം. ഇത് പറഞ്ഞത് ഫേല് മാലിയാണെങ്കിലാണ്, മുലാരിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ചോദ്യം 1, അന, ഞാൻ എന്ന അർത്ഥമാണ് തന്നിട്ടുള്ളത്. അവിടെ നമ്മൾ ഖറഅയുടെ, ഇപ്പോൾ ഖറഅക്ക് അന, ഞാൻ എന്നുള്ള അർത്ഥം വരണമെങ്കിൽ എന്ത് ചേർക്കണം? ഖറഅതു, ഞാൻ വായിച്ചു. ഖിസ്സത്തൻ, ഒരു കഥ. അപ്പോൾ കഥ ഞാൻ വായിച്ചു. ഈ ഞാൻ വായിച്ചു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി എന്ത് ചേർത്തു? തു എന്നുള്ളത് ചേർത്തു.
ഇനി നെഹ്നു, അടുത്ത് നെഹ്നു എന്നാണ്, ഞങ്ങൾ എന്നാണ്. അപ്പോൾ അതേ സെൻറ്റൻസ് നമുക്ക് താഴേക്ക് എഴുതാവുന്നതാണ്. കറ ഉപയോഗിച്ച് കറ തു എന്നുള്ളതിന് പകരം കറ ന എന്നാക്കുക, ഞങ്ങൾ വായിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഫെയില് മാലിയാണെങ്കിൽ അവസാനം തു എന്ന് ഉദാഹരണം മനസ്സിലാക്കി വെച്ചാൽ മതി. ദഹബ്തു, ജലസ്തു, ഫഅൽതു. ഈ തു ചേർക്കുന്നതിനോട് കൂടെ ഞാൻ എന്നുള്ള അർത്ഥം കിട്ടും. ന എന്ന് ചേർക്കുന്നതിനോട് കൂടെ ഞങ്ങൾ, നമ്മൾ എന്നുള്ള ജംഇൻ്റെ അർത്ഥം കിട്ടും. എന്നാൽ മുലാരി ആണെങ്കിൽ ഇപ്പോൾ കത്തബൻ്റെ മുലാരി യക്തുബു. അപ്പോൾ യക്തുബു എന്നുള്ള ഫസ്റ്റ് മുലാറത്തിൻ്റെ അക്ഷരം ഉണ്ടാകും, യാ എന്നുള്ളത്. ആ യാ എന്നുള്ളതിന് പകരം മുലാറത്തിൻ്റെ മറ്റൊരു അക്ഷരമാണ് അംസ, അലിഫ് എന്നൊക്കെ പറയാം. ആ അംസയെ ചേർത്താൽ നമുക്ക് ഞാൻ എന്നുള്ള അർത്ഥം കിട്ടും. ഇപ്പോൾ യക്തുബു ആണെങ്കിൽ അക്തുബു, യജിൽസു ആണെങ്കിൽ അജ്ലിസു, യദ്ഹബു ആണെങ്കിൽ അദ്ഹബു. അപ്പോൾ ആ യാ മാറ്റി അംസയാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള അർത്ഥം കിട്ടും. ഉദാഹരണം വായിച്ചു നോക്കാം. അന അക്തുബു, ഞാൻ എഴുതുന്നു. അൽ വാജിബാത്തിൽ മദ്രസിയ ഹോംവർക്ക്. അപ്പോൾ യക്തുബിന് എന്താക്കി, അക്തുബു എന്നാക്കി മാറ്റി, ഞാൻ എന്നുള്ള അർത്ഥം കിട്ടി. ഇനി ആ യാ എന്നുള്ളതിനെ ആന്നാക്കിയതുപോലെ നൂനാക്കി മാറ്റിയാൽ, ഇപ്പം യക്തുബു എന്നുള്ളതിനെ നക്തുബു എന്നാക്കിയാൽ ഞങ്ങൾ എന്നുള്ള മുത്തകല്ലിമിൻ്റെ അർത്ഥം കിട്ടും. അപ്പം മാലിയിലും മുലാരിയിലും തമ്മിലുള്ള വ്യത്യാസമാണ് അത് കാണിക്കുന്നത്. മാലിയാണെങ്കിൽ തു എന്നും നാ എന്നും അവസാനം കൊടുക്കണം. മുലാരിയാണെങ്കിൽ ഫസ്റ്റ് യാഇന് പകരം ഫസ്റ്റ് മുലാരിൻ്റെ ഫസ്റ്റ് ലെറ്ററിന് അവിടെ പകരമായിട്ട് ആന്നോ അല്ലെങ്കിൽ നാന്നോ ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യുന്നു എന്നർത്ഥവും ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ള അർത്ഥവും കിട്ടും. ഇതുപോലത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് അത് മനസ്സിലാകും പെട്ടെന്ന്. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാനുള്ളത് യദ്ഹബു എന്നുള്ളതിൻ്റെ മുത്തകല്ലിമാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അദ്ഹബു, അന അദ്ഹബു ഇലൽ ഹദീഖത്തി. നെഹ്നു എന്നുള്ളിടത്ത് നെഹ്നു നദ്ഹബു ഇലൽ ഹദീഖത്തി. അഞ്ചാമത്തെ പ്രവർത്തനം നുലാഹിദുൽ മൻളൂമ വനഖ്താറു സുതൂറ അൽ മുനാസിബത ലിൽ ജുമൽ. അഥവാ നൽകിയിട്ടുള്ള കവിത വായിച്ച് ശേഷം നൽകിയിട്ടുള്ള ആശയങ്ങൾ ഏത് വരിയിലാണ് ഉൾക്കൊള്ളുന്നത് എന്ന് വരികൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത്. നമുക്ക് ആ നൽകിയിട്ടുള്ള ആശയങ്ങളൊന്ന് നോക്കാം. അംഷി അലൽ ജാനിബിൽ ഐമനി വ അല മമരിൽ മുഷാത്തി. ഞാൻ വലത് ഭാഗം ചേർന്ന് നടക്കും എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കവിതയിൽ ആ ഭാഗം നോക്കാം. ഇപ്പോൾ യമീൻ, ഐമൻ എന്നുള്ളതോടത്ത് യമീൻ എന്ന് നൽകിയിട്ടുള്ള മൂന്നാമത്തെ വരി നോക്കാം. അസീറു, അംഷിൻ്റെ അർത്ഥമാണ് അസീറു. ഫി അഖ്സൽ യമീൻ, കണ്ടോ, ഐമൻ യമീൻ വലത് ഭാഗം, ഫി മമരി റാജിലീൻ. അപ്പോൾ അത് നമുക്ക് എഴുതാവുന്നതാണ് ഒന്നാമത്തതിന് ആൻസറായിട്ട്. 2 യുർഷിദുനി ഷുർത്തിയു അൽ മുറൂരി വ ഉത്തിയു അൽ ഇർഷാദാത്ത്. അപ്പോൾ ഷുർത്തി നൽകുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ ഞാൻ അനുസരിക്കുമെന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ആ ഭാഗം ഷുർത്തി നൽകുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ച് അവസാനത്തതിന് മുമ്പുള്ള ഷുർത്തിൽ മുറൂരി മുർഷിദി ബിമാ യഖൂലു അഖ്തദി. അപ്പോൾ ആ വരി നമുക്ക് എടുത്തെഴുതാൻ കഴിയും. 3 അന അംഷി ദായിമൻ ഇലൽ അമാമി. മുന്നോട്ട് സഞ്ചരിക്കും, എപ്പോഴും മുന്നോട്ട് സഞ്ചരിക്കും. അത്തബിഉ ഇർഷാദാത്തി അംനി വസ്സലാമി. അത് മുമ്പോട്ട് സഞ്ചരിക്കുന്നതിനെ കുറിച്ച് പറയുന്നൊരു വരി. 5ാമത്തെ വരി നോക്കുമ്പോൾ അസീറു ദൗമൻ ലിൽ അമാമി മുത്തബിഅൻ നഹ്ജസ്സലാം എന്നുള്ള വരി എഴുതാം. അടുത്തത് യൗമൻ ഖാല ലി സ്വദീഖി അനിൽ മഷി ഫി ത്വരീഖി. വഴിയിൽ നടക്കുന്നതിനെ കുറിച്ച് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് ലൈന് ഖദ് ഖാല ലി യൗമൻ സ്വദീഖ് കൈഫ തസീറു ഫി ത്വരീഖ്. അടുത്തത് അന ഉഹാഫിളു അലാ തഅലീമാത്തിൽ മുറൂർ. അപ്പോൾ ഈ സിഗ്നൽസൊക്കെ, ആ നിയമങ്ങളൊക്കെ പാലിക്കുമെന്നുള്ളതാണ് പറയുന്നത്. മുഹാഫിളൻ അലൻ നിവാമി മുറായിയൻ ഹഖ് ത്വരീഖി എന്നുള്ളത് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഓരോ ഇങ്ങനത്തെ വരികൾ നൽകുമ്പോൾ അതിൽ നിന്നുള്ള മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൽ അർത്ഥം അറിയുന്ന ചില 1-2 വാക്കുകൾ ഉണ്ടാവും. അതിനോട് യോജിച്ചത് വരിയിലുണ്ടോ നോക്കിയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. ഇനി 6ാമത്തെ പ്രവർത്തനം
ഇഷാറാത്തുൽ മുറൂർ നൽകിയിട്ടുണ്ട്, അഥവാ സിഗ്നൽസ്, ട്രാഫിക് സിഗ്നൽസ് ഓരോന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് യോജിച്ചതിനോട് ചേർക്കാനാണ്. അപ്പോൾ ഇത്തരം സിഗ്നൽസൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അതിനൊക്കെ അറബിയിൽ എന്താ പറയുക എന്നുള്ളത് നമ്മുടെ പാഠപുസ്തകത്തിൽ 71-ാമത്തെ പേജിൽ കുറച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. മദ്രസ, അതുപോലെ സ്റ്റോപ്പ്, പിന്നെ പാർക്കിങ്, അതുപോലെ സീബ്ര ലൈൻ, പിന്നെ ജംഗ്ഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതും അതിനു പുറമെ കുറച്ച് സിഗ്നൽസും കൂടെ നമുക്ക് പഠിച്ചു വെക്കണം. ഇവിടെ നൽകിയിട്ടുള്ളത് വായിക്കാം. ഉബൂറുൽ അത്ഫാൽ, അഥവാ കുട്ടികൾ മുറിച്ച് കടക്കാൻ സാധ്യതയുള്ള സ്ഥലത്താണ് അങ്ങനെ ഉണ്ടാവുക. അത് ഇവിടെ അവർ അതിന് ചേർത്തി വരച്ചിട്ടുണ്ട്. 2 മഅ്ബറുൽ മുഷാത്ത്, സീബ്ര ലൈനിൻ്റെ അഥവാ അതിലൂടെ നടക്കുന്ന ചിഹ്നമുള്ള ആ ചിത്രമാണ് അതിന് യോജിച്ചത്. അൽവാ ഉൽ ഇഷാറ, സിഗ്നൽ ലൈറ്റ്സ്, ലൈറ്റുകൾ ഉണ്ടാവുമല്ലോ, പച്ച, ചുവപ്പ്, ഓറഞ്ച് ഒക്കെ, അതാണ് ഓറഞ്ച്, മഞ്ഞ ഒക്കെ ആവാം, അതാണ് അവിടെ നൽകിയിട്ടുള്ളത്. 4 മൻഅത്തഫുൻ യമീൻ, അഥവാ വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് ടേൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ഖിഫ്, സ്റ്റോപ്പ്. മംനു ദുഖൂൽ, പ്രവേശനം തടഞ്ഞിരിക്കുന്നു. മൻഅത്തഫു യസാരി, ഇടതുഭാഗത്തേക്കുള്ള ടേൺ. സിർ ഇലൽ അമാമി, മുന്നോട്ട് പോവുക, സഞ്ചരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനൊക്കെ യോജിച്ച സിഗ്നൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതും പിന്നെ അതിന് പുറമെ പാഠത്തിൽ നൽകിയിട്ടുള്ളതൊക്കെ പഠിച്ചു വെക്കുക.